വിഷുവൊക്കെ ആയിട്ട് മധുരമുള്ള ഓർമ്മ കിട്ടാൻ ഒരു മധുരം വെച്ചല്ലേ നമ്മൾ തുടങ്ങാറ്. വിഷുവിന് മാറ്റുകൂട്ടാൻ ഞങ്ങളും ചുട്ടെടുത്ത് ഉണ്ണിയപ്പം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത്. 1 കിലോ പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പാളയംകുടമ്പഴം, ശർക്കര 1/2 കിലോ, പിന്നെ ചുക്ക്, ഏലക്കായ, എള്ള്, പിന്നെ അരി കുതിർക്കാനുള്ള വെള്ളവും, പിന്നെ തേങ്ങാകൊത്തും. അപ്പോൾ നമുക്ക് പച്ചരിയിൽ വെള്ളം ഒഴിച്ച് അരി ഒരു 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കുക. എന്നിട്ട് ചെറുതായി തരി വരുന്ന പോലെ ഈ പരുവത്തിൽ അരച്ചെടുക്കുക. പിന്നീട് നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അത് അരിച്ചതിന് ശേഷം നമ്മൾ അരച്ച് മാറ്റി വെച്ച മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ എടുത്തു വെച്ച നന്നായി പഴുത്ത 4 പഴം എടുത്ത് മിക്സിയിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഇതുപോലെ. എന്നിട്ട് ആ മിക്സ് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഒരു ചെറിയ പാനിൽ നെയ്യൊഴിച്ച് തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം. കൂടുതൽ കരിഞ്ഞു പോകരുത്. ഈ ഒരു കളറൊക്കെ ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്കത് മാവിൽ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പം ഏകദേശം മാവിനത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്. അളവുകളും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട്. ഡൗട്ടുള്ളവർക്ക് അവിടെ നോക്കാം. ഇനി നമുക്ക് ഏലക്കയും ചുക്കും പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അല്പം മാത്രം ഉപ്പ് പൊടി ചേർക്കുക. ഇനി നമുക്ക് മാവ് ഒരു 6-7 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മാവൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ഉണ്ണിയപ്പ ചട്ടി വെക്കണേണ്. അതിലേക്ക് നമ്മൾ ആട്ടിയെടുത്ത നാടൻ വെളിച്ചെണ്ണ ഒഴിക്കണേണ്. ഇനി അതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് കയറുമ്പോഴുള്ള നല്ല ടേസ്റ്റ് ഉണ്ണിയപ്പത്തിന് വരുന്നത്. നമ്മുടെ ഇടപ്പള്ളി ഗണപതി മഠത്തിൽ നിന്ന് ഉണ്ണിയപ്പം കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് അതിലേക്ക് വലിയ കുഴിയൻ കയ്യിലോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിലോ മാവെടുത്തതിന് ശേഷം കുറേശ്ശെയായി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ പിള്ളേർ സെറ്റെല്ലാം ഇവിടെ ഉണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവരുണ്ടായിട്ടുണ്ട് രാവിലെ തൊട്ട്. അവരൊക്കെ ഇതൊക്കെ അത്ഭുതത്തോടെ നോക്കിയിരിക്കണേണ്. അപ്പോൾ ഏകദേശം കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ശരിക്കും ഒരു വിഷുവിൻ്റെ മണവും വൈബും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ കളർ ജസ്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യത്തെ സെറ്റ് കോരി പാത്രത്തിലേക്ക് ഇടണേണ്. ആ ഒരു സ്മെല്ല് ശരിക്കും കിട്ടുന്നുണ്ട്. കാര്യം നിസ്സാരമായി തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല പണിയുണ്ട് ഇതിൽ. എന്തായാലും ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്നവർ കമൻറ്റ് ചെയ്യണം. പല സ്ഥലത്തും പല രീതിയിലായിരിക്കുമല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത്. നല്ല സൗണ്ടതാണ്. നല്ല ഭംഗി. കട്ട പറഞ്ഞു. പുറകെ ഒരുപാട് വീഡിയോസ് നമ്മുടെ വരാനിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയും ഇനി വരാൻ പോണ വീഡിയോ എല്ലാവരും കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവണ കൂടി വിഷു ആശംസകൾ പറഞ്ഞ് എല്ലാവർക്കും ബായ്.